രസപ്പൊടി ഒന്നും കൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ രസം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7-8 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ട 2 തക്കാളിയാണ്, അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്തെടുക്കാം. തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. ഞാനിവിടെ കായം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് 2 ചെറിയ കഷ്ണം കായം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം അതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുളിയാണ്, വാളൻ പുളിയുടെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വലിയൊരു 3-4 പുളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ്, ഒരു 1.5-1.25 കപ്പോളം വെള്ളം കൂടെ, പച്ചവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കായത്തിന് പകരം കായപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിയായി എരിഞ്ഞ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. മല്ലിയില നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിയില എത്രത്തോളം ഇടുന്നോ അത്രയും അടിപൊളിയാണ്. ഒന്നുകൂടെ നന്നായി തിളച്ച് വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.